ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓസം ഷെഫ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. സാധാരണ നമ്മൾ ദോശ, സാമ്പാർ, ചട്നി ഇതൊക്കെയല്ലേ കോമ്പിനേഷന്. ഇന്ന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടൊരു ചിക്കൻ ദോശ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബോൺലെസ് ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഇതിൽ വേറെ മസാലകളൊന്നും അധികം ചേർക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ദോശയെ റിച്ച് ആക്കുന്നതിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഈ ബദാമാണ്. ഇതിപ്പം ഒരു അളവ് പറയുവാണെങ്കിൽ നമ്മുടെ ഒരു കയ്യിലെടുക്കാൻ പറ്റുന്ന ആ ഒരളവിലുള്ള ബദാമാണ് എടുത്തേക്കുന്നത്. കുതിർത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ടെടുത്തതാണ്. ഇതിപ്പോൾ നന്നായിട്ട് അരച്ച് നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് വലിയൊരു നാരങ്ങയുടെ പകുതി ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചെറിയ നാരങ്ങയാണെങ്കിൽ നമുക്ക് ഫുള്ള് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ബദാമിൻ്റെയും പച്ചമുളകിൻ്റെയും ആ ഒരു മിക്സും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഒരു 20 മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റും ആയിരിക്കും. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല മിക്സ് പിടിക്കണം. ഇപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ചിക്കൻ പീസ് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ പെട്ടെന്ന് വേകും. ഇപ്പം ഞാനൊന്ന് അടച്ചു വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചിക്കൻ കുക്കായി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് നോക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റും കൂടെ വെച്ചിട്ട് വേണം ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടില്ല. നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ചിക്കൻ അങ്ങ് ഫ്രൈ ആകണമെന്നുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ട് ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ സോട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ ഒരു സ്റ്റേജിൽ ചിക്കൻ എടുക്കുകയാണ്. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്നി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 4 പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മല്ലിയിലയും പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രീൻ ചട്നിയാണ് നമ്മൾ ഈ ദോശയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അതെല്ലാം ഇപ്പം നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗ്രീൻ ചട്നിയുടെ ആണെങ്കിലും എരിവിനനുസരിച്ചിട്ട് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈരും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം.
ഇപ്പം നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രീൻ ചട്നി ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. ഇപ്പം നമ്മുടെ ചിക്കൻ ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ദോശയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ എല്ലാം അതേപോലെ ഫ്രൈ ചെയ്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. ഗ്രീൻ ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ചുട്ടെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു തവി മാവെടുത്ത് നന്നായിട്ട് സാധാ ദോശ ചുടുന്ന പോലെ തന്നെ നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. ഈ ഒരു ചിക്കൻ ദോശ നമ്മൾ അധികം തിന്നായിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്, നോർമൽ ദോശ പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ദോശയൊക്കെ ആ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് വേണ്ടാന്നുള്ളവർക്ക് എണ്ണയാണെങ്കിലും യൂസ് ചെയ്യാം. നെയ്യും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ദോശ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും. ഇപ്പോൾ അത് ദോശ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ആ ഗ്രീൻ ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ദോശയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഈ ഒരു ഗ്രീൻ ചട്നി വേണം. നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ചെറിയ പീസാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇതിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കാം. ഇതിനിപ്പോൾ ഇത്ര അളവൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഗ്രീൻ ചട്നിയും ചിക്കനും എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് പറയണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ ദോശയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലോട്ട് എടുക്കാം. നിങ്ങളെല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാൻ മറക്കല്ലേ. സൈനിങ് ഓഫ് ഓസൻ ഷെഫ്.